ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉസ്താത്യോസ് തിരുമേനി എഴുതിയ പുസ്തകം വിശ്വാസദീപ്തിയുടെ യൂണിറ്റ് 3 ഒരു സംക്ഷിപ്തമായ വീഡിയോ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു. ഈ യൂണിറ്റിനകത്ത് തിരുമേനി 6 ചാപ്റ്റേഴ്സായിട്ടാണ് ഈ യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 2 നമ്മൾ പഠിച്ച് അവസാനിക്കുമ്പോൾ ഈസ്റ്റേൺ ചേർച്ചസിനെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. പ്രത്യേകമായിട്ടും ബൈസന്റൈൻ ചർച്ചും ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചും അതിൻ്റെ ഡെഫിനിഷൻസിനും എന്തൊക്കെയാണ് അതിനകത്ത് മുഖ്യമായിട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് 2 അവിടെ അവസാനിപ്പിക്കുമ്പോൾ യൂണിറ്റ് 3 ദ വെസ്റ്റേൺ ചേർച്ചസ്, സ്പെഷ്യലി ദ ചർച്ച് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്, ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്, ദ മെത്തഡിസ്റ്റ് ചർച്ച്, ദ പ്രെസ്ബിറ്റേറിയൻ ചർച്ച്, ലിബറലിസം, അങ്ങനെ വെസ്റ്റേൺ വേൾഡിൽ ഡെവലപ്പായിട്ടുണ്ടായിരിക്കുന്ന ചർച്ചുകളെക്കുറിച്ചും അവരുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും ആണ് ഇവിടെ തിരുമേനി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യൂണിറ്റ് 3 6 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമേ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യത്തെ ചാപ്റ്ററിനകത്ത് തിരുമേനി റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ഓഫ് ദ റോമൻ കാത്തലിക് ചർച്ച്, ദ സേക്രമെൻ്റൽ ഡിഫറൻസസ്, ദ തിയോളജിക്കൽ ഡിഫറൻസസ്, ദ ഹൈറാർക്കിയൽ ഡിഫറൻസസ്, അങ്ങനെ പല കാര്യങ്ങളും ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് തിരുമേനി ഈ ഒരു യൂണിറ്റിൻ്റെ ആദ്യത്തെ ലെസൺ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. റോമൻ കാത്തലിക് ചർച്ച്, ആസ് വി ഓൾ നോ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ റോമിൽ ഡെവലപ്പായിരിക്കുന്ന ഒരു ചർച്ചാണ്. സെയിൻറ്റ് പീറ്റർ ആണ് അവിടെ സുവിശേഷം അറിയിക്കുന്നത് അല്ലെങ്കിൽ അറിയിച്ചിട്ടുള്ളത് എന്ന് ആണ് റോമൻ കാത്തലിക് ഹൈറാർക്കി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വേദപുസ്തക അടിസ്ഥാനമായിട്ട് അങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. സെയിൻറ്റ് പീറ്റർ ഹാസ് നെവർ ബീൻ ടു റോം, ബട്ട് സെയിൻറ്റ് പോൾ ഹാസ് ഫോർ ഷുവർ ബീൻ ടു റോം എന്നുള്ളത് നമുക്കറിയാം. ദ ലെറ്റർ ടു ദ റോമൻസ് വേദപുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സെയിൻറ്റ് പീറ്റർ ഹാസ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് യെറൂസലേം വിട്ട് അദ്ദേഹം പുറത്ത് പോയി സഞ്ചരിച്ചതായിട്ടോ സുവിശേഷം പ്രഖ്യാപിച്ചതായിട്ടോ വേദപുസ്തകത്തിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് പരാമർശിക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും ദ ചർച്ച് ഓഫ് റോം, ദ റോമൻ കാത്തലിക് ചർച്ച് സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് ദ ചർച്ച് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെയിൻറ്റ് പീറ്റർ എന്ന് ഉള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഈ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അവരുടെ ഡോഗ്മാറ്റിക് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ദേ ബിലീവ് ഇൻ കൗൺസിൽസ്, ദേ ബിലീവ് ഇൻ ദ ഗെറ്റ് ടുഗെദേഴ്സ് ആൻഡ് ദ ഡിസിഷൻസ് ദാറ്റ് ഹാവ് ബീൻ rendered out of the councils. As we all know, the Oriental Church believes in or affirms the 3 councils, that in Nicaea, Constantinople and Ephesus. The Byzantine Church, they believe in 7 councils, and the Roman Catholic Church, they believe in 21 councils. That includes the First Vatican and the Second Vatican Council also. സോ തിരുമേനി ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഈ വറ്റിക്കൻ കൗൺസിലിൻ്റെ ആദ്യത്തെ വറ്റിക്കൻ കൗൺസിൽ എടുക്കുന്ന ഡിസിഷൻസും അതുപോലെ രണ്ടാമത്തെ വറ്റിക്കൻ കൗൺസിൽ വന്നിട്ടുള്ള ഡിസിഷൻസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് തിരുമേനി ആ റോമൻ കാത്തലിക് ചർച്ചിനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ നമുക്ക് നോക്കാം. സോ റോമൻ കാത്തലിക് ചർച്ച് ബിഫോർ ദ ഫസ്റ്റ് വറ്റിക്കൻ കൗൺസിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പാപ്പസിയെ അല്ലെങ്കിൽ പോപ്പിൻ്റെ ആധിപത്യത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാനാണ് റോമൻ കാത്തലിക് ചർച്ച് ശ്രമിക്കുന്നത്. വി നോ ദാറ്റ് ദ വെസ്റ്റേൺ ചർച്ച് ദർ ഈസ് എ പോപ്പ് ആൻഡ് ദ ഈസ്റ്റേൺ ചർച്ച് ദർ ഈസ് എ പേട്രിയാക്. ഒരു ഹെജിമണി ഓഫ് ദ ചർച്ച് എവിടെയായിരിക്കണം അല്ലെങ്കിൽ ആരുടെ കയ്യിലായിരിക്കണം അധികാരം കൂടുതൽ എന്നുള്ളതിനെ ഒരു തർക്ക വിഷയം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് പോപ്പ് ഈ പാപ്പസിയെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അതുപോലെ സുപ്രീമസി ഓഫ് പീറ്റർ അവിടെ വന്ന് നിർത്തുവാൻ ശ്രമിക്കുന്നതും. സോ അതാണ് ഇവിടെ തിരുമേനി ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് പാപ്പസി ആൻഡ് ഹൗ ദാറ്റ് കൺട്രോൾ ദ റോമൻ കാത്തലിക് ചർച്ച്. രണ്ടാമത്തെ ഒരു വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ വലിയ ഒരു കാര്യം തിയോളജിക്കലായിട്ട് റോമൻ കാത്തലിക് ചർച്ചും മറ്റ് ഓർത്തഡോക്സ് സഭകളിലും തമ്മിലുണ്ടായിരിക്കുന്ന വിശ്വാസ വ്യത്യാസം ദൈവശാസ്ത്ര വ്യത്യാസം എന്ന് പറയുന്നത്
ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാടിനെ കുറിച്ച് തിരുമേനി എടുത്തു പറയുന്നത് പേജ് നമ്പർ 76 പറയുന്നുണ്ട്. ഓർത്തഡോക്സ് ദ ചേർച്ച് ബിലീവ്സ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ടു. ദാറ്റ് ഈസ് വാട്ട് ദി ഓർത്തഡോക്സ് ചേർച്ച് ബിലീവ് ത്രൂ ദ ഫാദർ ആൻഡ് ദ സൺ. അതുപോലെ തന്നെ പക്ഷെങ്കിൽ ഇൻ ദ റോമൻ കാത്തലിക് ചേർച്ച് it is highlighted as പുത്രനിൽ നിന്നും കൂട്ടിച്ചേർത്തു, അപ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു എന്ന് വന്നു. അതിനെ ഫിലിയോക്യ ക്ലോസ് എന്നാണ് പരാമർശിക്കുന്നത്. സോ when you write your papers, highlight this thing, the filioque clause of the Roman Catholic Church. That is one of the main differences between the theology of the Orthodox Church and the theology of the Roman Catholic Church. സെക്കൻഡ് എന്ന് പറയുന്നത് മേരിയോളജി അല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്രത്തെ റോമൻ കാത്തലിക് ചർച്ച് കാണുന്ന വേറെ ഒരു രീതിയിലാണ്. അതിനകത്ത് മേരിയോളജിക്കകത്ത് അവർ വരുമ്പോൾ ദ റോമൻ കാത്തലിക് ചർച്ച് ടീച്ചേഴ്സ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് മദർ ടുഗെദർ സേവ്ഡ് ദ വേൾഡ്. യേശു ക്രിസ്തുവും പരിശുദ്ധ ദൈവമാതാവും സംയുക്തമായിട്ടാണ് ലോകത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം അവതരിച്ചത് എന്നുള്ളതാണ് ഈ അവരുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ളായിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. മേരിയോളജിക്കകത്ത് അവരെടുത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അമലോത്ഭവ സിദ്ധാന്തം, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നുള്ളത്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ബിഫോർ ദ വാറ്റിക്കൻ കൗൺസിൽ ഇൻ 1854 പോപ്പ് പയസ് the 9th declared Immaculate Conception as a dogma, and because it was declared by a pope, so there is no reversal of that thing എന്നുള്ളതാണ് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ അനുസരിച്ച് യേശു ക്രിസ്തുവിനെ പോലെ തന്നെ പാപമില്ലായ്മയിൽ ജനിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നുള്ള ഒരു പഠിപ്പീര് സഭയിൽ വളർന്നു വന്നു. പോപ്പ് പയസ് അതിനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആണ് അത് കൂടുതലും പ്രൊപ്പഗേറ്റ് ആയത്. കാരണം ഇന്ന് റോമൻ കാത്തലിക് ചർച്ച് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നില്ല എങ്കിൽ പോലും ഓപ്പൺലി ദേ ഡു നോട്ട് ബിലീവ് ഓർ ദേ ഡു നോട്ട് ഓപ്പൺലി കൺഫേം ദാറ്റ് തിങ് അബൌട്ട് ദ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നുള്ളതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. സോ അതാണ് തിരുമേനി ചാപ്റ്റർ നമ്പർ 1, ചാപ്റ്റർ നമ്പർ 2, ചാപ്റ്റർ നമ്പർ 3 നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തിരുമേനി ചാപ്റ്റർ നമ്പർ 4 കടന്നു വരുമ്പോൾ ഗാലിക്കനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഗാലിക്കനിസം എന്ന് പറയുന്നത് ടിൽ 8th century 8ാം നൂറ്റാണ്ട് AD വരെ ഫ്രാൻസ് ഹാഡ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് ഗാലിക്കൻ ലിറ്റർജി. അവരുടേതായ ഭാഷയിൽ അവരുടേതായ ശൈലിയിൽ ഉണ്ടായിരിക്കുന്ന ഫ്രാൻസിൽ 8ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു ലിറ്റർജി ആരാധനാ സംവിധാനം ഉണ്ടായിരുന്നു. അതിനെയാണ് ഗാലിക്കനിസം എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് കെയിം അണ്ടർ ദ റോമൻ സുപ്രിമസി. പോപ്പിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ അത് വരികയും ചെയ്തു. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത്. നമ്പർ 1, ഫ്രീഡം ഓഫ് എംപറേഴ്സ് ഇൻ വേൾഡ്ലി തിങ്സ്. നമ്പർ 2, supremacy of ecumenical councils over the pope. Number 3, fight of king and clergy together against the unjust canonical intervening of pope. ഈ 3 കാര്യങ്ങളാണ് അവിടെ ഈ ഗാലിക്കനിസത്തിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അവർ എതിർത്തുകൊണ്ട് ഇരുന്നത്. ഇതിനുശേഷം മുന്നോട്ട് തിരുമേനി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദ ഹൈറാർക്കി ഓഫ് ദ ക്ലർജി ഇൻ ദ റോമൻ കാത്തലിക് ചർച്ച് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും മണ്ടയ്ക്ക് തലപ്പത്തിരിക്കുന്നത് ദ സുപ്രീമോ, അതായത് ദ പോപ്പ് ഈസ് ദ സുപ്രീം ഹെഡ് ഓഫ് ദ ചർച്ച്. അതിനുശേഷം തൊട്ട് താഴെ ദ പേപ്പൽ കോർട്ട് ഓർ ദ മെമ്പേഴ്സ് ഓഫ് ദ പേപ്പൽ കോർട്ട്, ദേ ഇൻക്ലൂഡ് ദ കാർഡിനൽസ്. അതിൻ്റെ തൊട്ട് താഴെ ആർച്ച് ബിഷപ്പും അതിന് താഴെ ബിഷപ്സും പിന്നീട് വൈദികർ എന്നുള്ള ഒരു നിലയിലേക്കാണ് ഈ റോമൻ കാത്തലിക് ഹൈറാർക്കി എന്ന് പോകുന്നത്. അപ്പം before the Second Vatican Council, it was only minimum input by the laymen or the participation of the laymen in church activities. റോമൻ കാത്തലിക് സഭയിലെ ജനങ്ങളുടെ ഒരു laymen representation till Second Vatican Council അത് ഒത്തിരി മിനിമം മാത്രമായിരുന്നു.
പോപ്പും അതുപോലെ കർഡിനൽസും ആർച്ച് ബിഷപ്സും എടുക്കുന്ന തീരുമാനമാണ് സഭയുടെ തീരുമാനം എന്നുള്ള രീതിയിലേക്കാണ് അവിടെ റോമൻ കാത്തലിക് ചർച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനുശേഷം ദൈവശാസ്ത്രപരമായിട്ടുണ്ടായിരിക്കുന്ന വേറെ ഏറ്റവും വലിയ ഒരു തത്വം എന്ന് പറയുന്നത് പർഗേറ്ററി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് തിരുമേനി ഇവിടെ പരാമർശിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഉപദേശം എങ്ങനെ ഉണ്ടായി. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞത് മനുഷ്യൻ മരിച്ചതിന് ശേഷം പർദീസയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ അനുസൃതമായിട്ട് അവന് അന്ത്യവിധി ഉണ്ടാകുകയും ആ അന്ത്യവിധിക്കനുസരിച്ച് അവന് കിട്ടുന്ന ശിക്ഷയിലൂടെ കടന്നു പോകേണ്ട ഒരു സ്റ്റേജിനെ കുറിച്ചാണ് പർഗേറ്ററി. ഇറ്റ് ഈസ് എ പ്ലേസ് ബിറ്റ്വീൻ ദ മോർട്ടൽ ഡെത്ത് ആൻഡ് ദ പ്ലേസ് ബിഫോർ ദ സോൾ എൻറ്റേഴ്സ് ഇൻ ടു പാരഡൈസ് എന്നുള്ള ഒരു തത്വചിന്ത ഇവരുടെ റോമൻ കാത്തലിക് ചർച്ചിനകത്ത് ഉണ്ട് എന്നുള്ളതോടെയാണ് ഈ സമയത്ത് തിരുമേനി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ 3-4 കാര്യങ്ങളാണ് തിരുമേനി ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, റോമൻ കാത്തലിക് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ദിസ് ഈസ് എ വെസ്റ്റേൺ ചർച്ച്. സെയിൻറ്റ് പീറ്റർ ഈസ് ബിലീവ്ഡ് ടു ബി ദ ഹെഡ് ഓഫ് ദ ചർച്ച്, though there are no archaeological or biblical reference to that, but still the Roman Catholic Church believe that Saint Peter is the apostle to the Church of Rome and it is his holy see that is constituted in Vatican എന്നുള്ളതാണ് തിരുമേനി ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൈവശാസ്ത്രപരമായിട്ട് വരുമ്പോൾ പരിശുദ്ധ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ റോമൻ കാത്തലിക് ചർച്ചിനകത്ത് പറയുന്നു ത്രൂ ദ ഫാദർ ആൻഡ് ത്രൂ ദ സൺ എന്നുള്ള കാര്യത്തെയാണ് ഫിലിയോക്യ ക്ലോസ് എന്ന് തിരുമേനി ഇവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം മേരിയോളജി ആൻഡ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അതിനെക്കുറിച്ചാണ് തിരുമേനി ഇവിടെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്തത്. അതിനുശേഷം വരുമ്പം ദ ചർച്ച് ഹൈറാർക്കി, അതിനെക്കുറിച്ച് തിരുമേനി പഠിപ്പിക്കുന്നു. ഏറ്റവും സുപ്രീമോ എന്ന് പറയുന്നത് പോപ്പ്, അതിന് തൊട്ട് താഴെ കാർഡിനൽസ്, തൊട്ട് താഴെ ഉണ്ടായിരിക്കുന്ന ആർച്ച് ബിഷപ്സ്, ദെൻ ബിഷപ്സ് ആൻഡ് പ്രീസ്റ്റ് എന്നുള്ള ഒരു ഹൈറാർക്കി സ്ട്രക്ചറിലാണ് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഹൈറാർക്കി പോകുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി എ വെസ്റ്റേൺ ചർച്ച് ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഈസ്റ്റേൺ ചർച്ച് എന്നുള്ള രീതിയിലേക്കും ഒരു ഡിസ്റ്റിങ്ഷൻ വന്നിട്ടുണ്ടായിരിക്കുന്നതാണ്. ദ റോമൻ കാത്തലിക് ചർച്ച് മെനി അ ടൈംസ് ഹാഡ് ട്രൈഡ് ടു ഓവർ റൂൾ ദ ഈസ്റ്റേൺ ചർച്ച് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു സക്സീഡ് ഇൻ ദാറ്റ് ടിൽ ടുഡേ എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് പറയുകയാണ്. പിന്നീട് തിരുമേനി ഗാലിക്കനിസത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ട് വരെ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സഭ അവരുടേതായ രീതിയിൽ അവരുടേതായ ആരാധനാ ശൈലിയിലാണ് ആരാധിച്ചുകൊണ്ട് ഇരുന്നത്. എന്നാൽ 8-ാം നൂറ്റാണ്ടിന് ശേഷം ഇറ്റ് അഗെയിൻ കെയിം ഡൗൺ അണ്ടർ ടു ദ റോമൻ കാത്തലിക് റൂൾ എന്നിലേക്ക് പറഞ്ഞ് തിരുമേനി ഈ റോമൻ കാത്തലിക് ചർച്ചിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അവിടെ നിർത്തുകയാണ്. അടുത്തത് തിരുമേനി ഇനിയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം ദ ക്രിസ്തൻഡം ഈസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു മെയിൻലി 3 different categories. Number 1 is the Orthodox churches, number 2 is the Roman Catholic Church, and number 3 is the Protestant Church. അങ്ങനെ മെയിൻ 3 കാറ്റഗറിയിലായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ ക്രിസ്തൻഡത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓർത്തഡോക്സ് ചർച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റോമൻ കാത്തലിക് ചർച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനിയുമുള്ളത് പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. സോ ദ വേർഡ് പ്രൊട്ടസ്റ്റന്റ് ഇറ്റ്സെൽഫ് ഡിഫൈൻസ് ദാറ്റ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് എ പ്രൊട്ടസ്റ്റ് ഓഫ് സംതിങ്. അപ്പം ഏതൊരു കാരണത്തിന് എതിരായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് വളർന്നു വരുമ്പോഴാണ് അതിനെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് വാസ് ജസ്റ്റ് ലൈക്ക് എ റിഫോർമേഷൻ ഇൻ ദ റോമൻ കാത്തലിക് ചർച്ച്. മാർട്ടിൻ ലൂതർ വാസ് ദ പ്രൊമോട്ടർ ഫോർ ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. മാർട്ടിൻ ലൂതർ അലോങ് വിത്ത് ഫിലിപ്പ് മെലങ്ടൺ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. എന്നാൽ രണ്ടുപേരും കാത്തോലിസിറ്റിയിൽ, അതായത് കാത്തലിക് ചർച്ചിൽ വളർന്നു വരുന്ന പല കാര്യങ്ങൾക്കെതിരായിട്ട് വിമർശിക്കുകയും അങ്ങനെ ഒരു നവീകരണം ഉണ്ടാകാൻ തക്കവണ്ണം ഉണ്ടാക്കിയ ഒരു സഭയായിരുന്നു പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ദൈവശാസ്ത്രപരമായിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 1 ഈസ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള ന്യായീകരണം. 2 ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം.
3, only through the scripture, sola scriptura, only through the scriptures, nothing else other than that. The traditions, the hierarchy, the church, the priest, the clergy, it doesn't matter, it is only the scripture that matters എന്നുള്ള ഒരു പഠിപ്പീര് വന്നായിരുന്നു. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, വ്യക്തിക്ക് ദൈവത്തെ അറിയണമെങ്കിൽ സഭയുടെ ആവശ്യമില്ല, പുരോഹിതന്മാരുടെ ആവശ്യമില്ല, ഞാനും എൻ്റെ ദൈവവും എന്നുള്ള ഒരു വ്യക്തിഗതമായിട്ടുണ്ടായിരിക്കുന്ന ഒരു റിലേഷനിലേക്കാണ് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ആദിമകാലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ആദ്യം വിശ്വാസ പ്രമാണത്തെയും നൈസിയൻ വിശ്വാസത്തെയും അപ്പോസ്തോലിക് വിശ്വാസത്തെയും ആക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ പോലും പിന്നീട് കാൽവിനിസത്തിലേക്ക് വരുമ്പോൾ അവർ ഇതിനെ എല്ലാം നെഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത്. സോ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു പ്രീസ്റ്റ് ആയിരുന്നു മാർട്ടിൻ ലൂതർ ആണ് ഒരു പ്രൊട്ടസ്റ്റ് ഈ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പഠിപ്പീരുകൾക്കെതിരായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുകയും ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ രൂപീകരിച്ച് എടുക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത വേറെ ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ് മെലങ്ടൺ എന്ന് പറയുന്നത്. ജർമ്മൻ ഭാഷയിലേക്ക് വേദപുസ്തകം പരിവർത്തനം ചെയ്യുകയും അതുപോലെ റോമൻ കാത്തലിക് ചർച്ചിൽ ഉണ്ടായിരിക്കുന്ന പല കാര്യത്തെയും വിമർശിക്കുകയും ചെയ്ത് രണ്ട് കൂട്ടരായിരുന്നു മാർട്ടിൻ ലൂതറും അതുപോലെ ഫിലിപ്പ് മെലങ്ടനും. അവരുടെ ഒരു പരിശീലനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് വളർന്നു വരികയും ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കായിട്ട് റോമൻ കാത്തലിക് ചർച്ച് പറഞ്ഞത് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് ഒരു ദൈവശാസ്ത്രം പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന് ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എ തിയോളജി ഓർ എ ഫിലോസഫി ഓഫ് ദെയർ ഓൺ ടിൽ ടുഡേ. ദേ ഹാവ് ടേക്കൺ ഇംബൈസ് ഫ്രം അതർ ചർച്ചസ്. മറ്റ് സഭകളിൽ നിന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങളെ ഇത് ശരിയല്ല, ഇതിങ്ങനല്ല എന്ന് പറയല്ലാതെ ഇതാണ് എന്ന് പറയാൻ തക്കവണ്ണം ഒരു ദൈവശാസ്ത്രം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും റോമൻ കാത്തലിക് ചർച്ച് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനെതിരായിട്ടും മാർട്ടിൻ ലൂതറിനെതിരായിട്ടും പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ പരാമർശിക്കുന്നത് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ ഹി ഹാസ് ത്രോൺ അവേ ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ എന്നുള്ള ഒരു മോക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോമൻ കാത്തലിക് ചർച്ച് മാർട്ടിൻ ലൂതറിനെതിരായിട്ട് പറഞ്ഞത്. കാരണം അദ്ദേഹം മരിക്കുന്ന കാലഘട്ടം വരെയും പേഴ്സണൽ കൺഫെഷൻ വേണമെന്നും പേഴ്സണൽ കൺഫെഷനും നടത്തിയൊരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ ഇത് വേണ്ട എന്ന് പ്രൊട്ടസ്റ്റന്റ് സഭ പിന്നീട് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു വിപ്ലവമായി മാറുകയും പിന്നീട് വേറെ ഒരു രീതിയിലേക്ക് ദിശ മാറി പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊട്ടസ്റ്റന്റ് സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. അതിനുശേഷം കാൽവിനിസത്തെക്കുറിച്ച്, ജോൺ കാൽവിനിസം ആൻഡ് ദ പ്രെസ്ബിറ്റേറിയൻ ചർച്ച്, മാർട്ടിൻ ലൂതർ ആൻഡ് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ വേറെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന വേറെ ഒരു രീതിയാണ് പ്രെസ്ബിറ്റേറിയൻ ചർച്ച്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജോൺ കാൽവിൻ 1509 to 1564 എന്നുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു റിഫോർമേഷൻ, ഈ റോമൻ കാത്തലിക് ചർച്ചിൽ ഉണ്ടായിരിക്കുന്ന ഒരു റിഫോർമേഷൻ ആണ് കാൽവിനിസമായിട്ട് വളർന്നു വന്നത്. അത് ആദ്യം ഒരു സഭയല്ലായിരുന്നു, എന്നാൽ ഒരു ശൈലി, ഒരു ജീവിത ശൈലിയായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്. ജോൺ കാൽവിൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിനെ കാൽവിനിസം എന്ന് പറഞ്ഞു. പിന്നീട് അതൊരു പ്രൊട്ടസ്റ്റന്റ് അല്ല, ഒരു പ്രെസ്ബിറ്റേറിയൻ ചർച്ചായിട്ട് വളർന്ന് മാറുകയും ചെയ്തു. അപ്പം അതിൻ്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്. കാൽവിനിസത്തിനകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ, യു വിൽ ഗോ ടു ഹെൽ ഓർ യു വിൽ ഗോ ടു ഹെവൻ എന്നുള്ളത് പ്രീ ഡെസ്റ്റൈൻഡ് ആണ് എന്നുള്ള കാര്യമാണ് കാൽവിൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. സോ ഇറ്റ് ഈസ് ത്രൂ യുവർ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ദാറ്റ് ഈസ് ബീൻ പ്രൊമോട്ടഡ് ആൻഡ് എ പേഴ്സൺ വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ. ഒരിക്കൽ ഒരു വിശ്വാസി രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷയിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു പഠിപ്പീരാണ് കാൽവിനിസത്തിനകത്ത് വളർന്നു വന്നത്. കാൽവിനിസം ആൻഡ് ദ പ്രെസ്ബിറ്റേറിയൻ ചർച്ച് ഡെവലപ്ഡ് മെയിൻലി ഇൻ ദ ജർമ്മൻ അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലാണ് ഇത് ഭയങ്കരമായിട്ട് വളർന്നത്. പിന്നെയും ഇതിനകത്ത് പ്രെസ്ബിറ്റേറിയനിസത്തിനകത്ത് പറയുന്നത് ദോസ് ഹു ആക്സെപ്റ്റഡ് ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോംഡ് എ ചർച്ച് ഗവേൺഡ് ബൈ ദി എൽഡേഴ്സ്.
അപ്പം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം അടിസ്ഥാനമാക്കി അങ്ങനെ മാത്രമേ ഞങ്ങൾ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വളർന്നു വന്ന ഒരു റിഫോംഡ് മൂവ്മെൻറ്റ്. അവർക്ക് സഭ വേണ്ട, അതുപോലെ സഭ ഹയറാർക്കി വേണ്ട, കൂദാശകൾ വേണ്ട, അങ്ങനെ ഒരു ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ രൂപീകരിച്ച് വന്ന ഒരു കാൽവിനിസ്റ്റിക് മൂവ്മെൻറ്റ് പിന്നീട് അതൊരു പ്രസ്ബിറ്റേറിയൻ ചർച്ചായിട്ട് മാറുകയും ചെയ്തു. അവിടെ എല്ലാ പള്ളികൾക്കും they had a pastor. There was no priest, there was a pastor, and ordination was not very much required, mandatory. Holy കുർബാന വാസ് നോട്ട് കമ്പൽസറി എന്ന് പല കാര്യങ്ങളുമാണ് ഇതിലേക്ക് വരുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ 3 സഭകളാണല്ലോ നമുക്കുള്ളത്: ദ റോമൻ കാത്തലിക് ചർച്ച്, ദ ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് റോമൻ കാത്തലിക് ചർച്ച് believes in consubstantiation, and the Protestant church believes in transubstantiation, and the Orthodox church believe it as a mystery എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പം this is what the Presbyterian church believed. They believed Karl Barth was a member of the Presbyterian church, but he openly criticized the philosophy of predestination and assurance of salvation. It depends on individual's experience. ഒരു വ്യക്തിയുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ അവർക്ക് മോക്ഷം പ്രാപിക്കത്തുള്ളൂ എന്നുള്ള ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കാണ് കാൽവിനിസം അതല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻ ചർച്ചിന് എതിരായിട്ട് പറഞ്ഞത്. പിന്നീട് പ്രസ്ബിറ്റേറിയൻ ചർച്ചിനകത്ത് വളർന്നു വന്ന വലിയ ഒരു കാര്യമാണ് ക്രിസ്തുവിൽ അല്ലാതെ ബാക്കി പുറത്തുള്ള എല്ലാവരും പാപികളാണ് എന്നുള്ള ഒരു പഠിപ്പീര് വളർന്നു വന്നു. എനിവൺ ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ ചർച്ച് or anyone outside Christ is evil. Anything and everyone outside Christ is evil എന്നുള്ള ഒരു ഫിലോസഫി പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കാൾ ബാത്ത് ആണെങ്കിൽ പോലും അതിനെ ഭയങ്കരമായിട്ടും നെഗേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഒരു പ്രസ്ബിറ്റേറിയൻ ചർച്ചിന് ഇന്നും പ്രസ്ബിറ്റേറിയൻ ചർച്ചസ് പലയിടത്തുമുണ്ട്. പക്ഷെങ്കിൽ വളർന്നു വന്നിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പ്രസ്ബിറ്റേറിയൻ ചർച്ച് ഭയങ്കരമായിട്ടും മാറിയിട്ടുണ്ട്. They have an institutionalized church with pastors and presbyters working hand in hand. They have a hierarchy of themselves. They have a liturgical structure. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ കാര്യം ഇന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴത്തേനും അത് പതുക്കെ തിരിച്ച് അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന കാര്യമാണ് നമുക്ക് കാണുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. തിരുമേനിയുടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചാപ്റ്റർ നമ്പർ 5 ലെസൺ നമ്പർ 5 പഠിപ്പിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ ഒരു റാഡിക്കൽ സെക്റ്റ് ആയിരുന്നു ഈ അനാബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത്. റാഡിക്കൽ എന്ന് പറയുമ്പോൾ ദേ സ്ട്രിക്റ്റ്ലി ബിലീവ്ഡ് ഓൺലി ഇൻ ദ ഗോസ്പൽ. വേദപുസ്തകത്തിനകത്തെ സുവിശേഷങ്ങൾ മാത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം റിഫോംഡ് പ്രൊട്ടസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇവരെ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് ടീച്ചിങ്. സഭയുടെ പഠിപ്പീരുകളെയും ശക്തമായിട്ട് എതിർക്കുകയും ഓൺലി ദ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള തത്വചിന്തകൾ മാത്രമാണ് ശരി എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫനാറ്റിസിസത്തിലേക്ക് പോകുന്നത്. ഇതിന് പുറത്തോട്ടുള്ളതെല്ലാം തെറ്റാണ്, ബാക്കിയുള്ള എല്ലാവരും ഇതിനെതിരായിട്ട് നിൽക്കുന്നവരെല്ലാവരും പാപികളാണ് എന്ന് പറയുന്ന ഒരു ഫനാറ്റിസിസത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് അനാബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ചർച്ച്. അവരുടെ മെയിൻ ഫിലോസഫിക്കകത്ത് അല്ലെങ്കിൽ മെയിൻ ടീച്ചിങ്സിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് ശിശുസ്ഥാനം ഒരിക്കലും അടിസ്ഥാനപരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ശിശുസ്ഥാനം അല്ല വേണ്ടത്. എന്നാൽ മുതിർന്ന പ്രായമായി കഴിയുമ്പോൾ അവരെ സ്നാനം അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കണം. അങ്ങനെ ശിശുവിൽ ആയിരിക്കുന്ന ചെറുപ്പം മുതലേ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ സഭയിലേക്ക് കൺവേർട്ട് ആകുവാണെങ്കിൽ വീണ്ടും അവർ മാമോദീസ സ്വീകരിക്കണം എന്നുള്ള ഒരു പഠിപ്പീരാണ് ഈ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ അനാബാപ്റ്റിസ്റ്റ് ചർച്ചിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ മെയിൻ പഠിപ്പീരിനകത്ത് വരുന്ന ഒന്ന് എന്ന് പറയുന്നത് ദർ ഈസ് നോ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് വർഷിപ്പ് ആൻഡ് ഇറ്റ്സ് നെസസിറ്റി. ഒരു സ്ട്രക്ചറായിട്ടുണ്ടായിരിക്കുന്ന ഒരു ആരാധനയുടെ ആവശ്യമില്ല.
ഹോളി കുർബാന ഈസ് നോട്ട് എ സേക്രമെന്റ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ മെമ്മോറിയൽ. അത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, അതൊരു കൂദാശയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ തിയോളജി, ദൈവശാസ്ത്രമല്ല, എങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള ശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രം മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. ഇൻഫൻറ്റ് ബാപ്റ്റിസത്തെ അവർ നെഗേറ്റ് ചെയ്തു. അതുപോലെ റീബാപ്റ്റൈസ് ദ അഡൽട്ട് കൺവേർട്സ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. മുതിർന്ന ആൾക്കാർ അവർ ചെറുപ്പത്തിൽ അവർ ബാപ്റ്റിസം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ ഈ സഭയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും സ്നാനപ്പെടണം എന്നുള്ള കാര്യമാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ദ ബ്രദറൻ ചർച്ച്, ഇന്ന് നമ്മൾ കാണുന്ന ദ പെൻറ്റക്കോസ്റ്റൽ ചർച്ചസ്, ദ ബ്രദറൻ ചർച്ചസ്, ദ അസംബ്ലി ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ് ആർ ഓൾ ബ്രാൻഡ്സ് ഓഫ് മോഡേൺ അനാബാപ്റ്റിസം. അനാബാപ്റ്റിസത്തിൻ്റെ ഒരു മോഡേൺ വേർഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റൽ സഭകൾ, ചർച്ചുകൾ എന്ന് ഉള്ളത്. അവസാനമായിട്ട് തിരുമേനി ലെസൺ നമ്പർ 5 പഠിപ്പിക്കുന്നത് ദ മെത്തഡിസ്റ്റ് ചർച്ചിനെ കുറിച്ചാണ് തിരുമേനി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ അനാബാപ്റ്റിസം അല്ലെങ്കിൽ ബാപ്റ്റിസം ചർച്ച് ഫ്ലറിഷ് ആയത് സൗത്ത് അമേരിക്കയിലാണെങ്കിൽ നോർത്ത് അമേരിക്കയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മെത്തഡിസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത്. ജോൺ വെസ്ലി ആണ് ഇതിൻ്റെ ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു, പ്രസംഗകനായിരുന്നു, പാട്ടുകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അങ്ങനെ അനേക വേദികളിൽ പ്രസംഗിക്കുകയും പാടുകയും ക്രിസ്തുവിൻ്റെ പുറത്തുള്ളവർ പാപികളാണെന്ന് അനാബാപ്റ്റിസത്തിൽ പഠിപ്പിക്കുമ്പോൾ ലോകത്തിലുണ്ടായിരിക്കുന്ന സമസ്ത ആൾക്കാരും ക്രിസ്തുവിലൂടെ ചേരുന്നു എന്നുള്ള ഒരു ലിബറൽ തിയോളജിയാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനും പാട്ടുകൾ കേൾക്കാനും അനേകർ ആയിരം കണക്കിന് ആൾക്കാർ വന്ന് കൂടുകയും ദൈവത്തിൽ ആശ്രയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു രീതി നോർത്ത് അമേരിക്കയിൽ വളർന്നു വന്നു. കാൽവിനിസം സൗത്ത് അമേരിക്കയിൽ ഭയങ്കരമായിട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ കാൽവിനിസം, അതുകൊണ്ട് അനാബാപ്റ്റിസം, ഇതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും മെത്തഡിസ്റ്റ് ചർച്ച് നോർത്ത് അമേരിക്കയിൽ ശക്തമായിട്ട് വളർന്നു വന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല വിശുദ്ധി പ്രാപിക്കേണ്ടത്, എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾ ജീവിക്കുന്നത് വിശുദ്ധിയിൽ ആയിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അവരെ പഠിപ്പിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് മെത്തഡിസ്റ്റ് ചർച്ച് വാസ് easily acceptable by the people, and many converted in thousands and numbers into the Methodist Church. ഇത്രയുമാണ് തിരുമേനി ആദ്യത്തെ 5 ലെസണിനകത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ആദ്യത്തെ 5 ലെസൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ദ റോമൻ കാത്തലിക് ചർച്ച്, അവരുടെ ഹൈറാർക്കി, അവരുടെ ദൈവശാസ്ത്രം, മേരിയോളജി, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഗാൽവിനിസം, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നു. രണ്ടാമത്തെ ലെസൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാർട്ടിൻ ലൂതർ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനെ കുറിച്ച് തിരുമേനി പഠിപ്പിച്ചു. മൂന്നാമത്തെ ലെസണിനകത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജോൺ കാൻവിൽ ആൻഡ് പ്രസ്ബിറ്റേറിയൻ ചർച്ചിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് തിരുമേനി പഠിപ്പിച്ചു. 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തിരുമേനി ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആൻഡ് അനാബാപ്റ്റിസം, പിന്നെ ഇന്ന് കാണുന്ന മോഡേൺ പെന്തിക്കോസ്ത പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ തിരുമേനി പരാമർശിച്ചു. 5ാമത്തെ ചാപ്റ്ററിനകത്ത് തിരുമേനി മെത്തഡിസ്റ്റ് ചർച്ച് നോർത്ത് അമേരിക്കയിൽ വളർന്നു വന്ന ജോൺ വെസ്ലിയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന സഭയെക്കുറിച്ച് തിരുമേനി, അതായത് മെത്തഡിസ്റ്റ് ചർച്ചിനെ കുറിച്ച് തിരുമേനി പരാമർശിച്ചു. ലെസൺ നമ്പർ 6 എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തത്വചിന്തയെ, റാഷണാലിറ്റിയെ മാത്രം അടിസ്ഥാനമാക്കി വളർന്നു വന്ന ലിബറലിസത്തെയാണ് തിരുമേനി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ യൂണിറ്റ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ലിബറലിസം എന്ന് പറയുന്നത്, ദ ലിബറലിസ്റ്റ് ദേ വെർ ടോട്ടലി അഗെയിൻസ്റ്റ് ദ ക്രീഡ്, ദ ഡോഗ്മ, ദ ചർച്ച് ആൻഡ് ദ ബൈബിൾ. അവർ വേദപുസ്തകത്തെയും വിശ്വാസ പ്രമാണത്തെയും സഭയുടെ ആരാധനയെയും എല്ലാത്തിനും വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു ശൈലിയാണ് ലിബറലിസത്തിനകത്ത് കാണുന്നത്. ഇത് കാണുന്നത് കൂടുതലും ഒരു 18th 19th യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ് പീരീഡ് കാലഘട്ടത്താണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വളർച്ച മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് ദ മോസ്റ്റ് സുപ്രീം ഇമ്പോർട്ടൻസ് ഈസ് ഗിവൻ ടു റീസണിങ്. എന്തും എൻ്റെ ബുദ്ധിയുടെ പാരാമീറ്റേഴ്സിനകത്ത് നിൽക്കുന്നതിനെ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ലിബറലിസത്തിനകത്ത് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് 1-2 പേരുണ്ട്. ഒന്ന് ഫെഡറിക് ഡാനിയൽ ഷ്കിമാക്കർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആൽബർട്ട്
റിഷൽ എന്ന് ഒക്കെയാണ് ഈ തത്വചിന്തകരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും ലിബറലിസത്തെ ശക്തമായിട്ട് വാദിക്കുകയും ചെയ്യുന്നത്. ആൽബർട്ട് റിഷൽ പറഞ്ഞു വരുന്ന കാര്യത്തിനകത്ത് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, ക്രൈസ്റ്റ് ഈസ് നോട്ട് ഫുള്ളി ഹ്യൂമൻ, ജീസസ് ഈസ് നോട്ട് ഫുള്ളി മാൻ, ബട്ട് ഹീ ഈസ് എ ഗുഡ് ടീച്ചർ. അദ്ദേഹം നല്ലൊരു ടീച്ചറാണ്, കാരണം ഹീ ന്യൂ ദ തിങ്സ് വെരി ക്ലിയർലി. അതായത് എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു നല്ല ഗുരു എന്ന രീതിയിൽ മാത്രമേ അവർ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. കാരണം എല്ലാ കാര്യവും ബുദ്ധിക്ക് അതീതമായിട്ട് കൊണ്ടുവരാൻ ഒക്കത്തില്ല. മനുഷ്യൻ ജന്മന ഒരു പാപത്തിൻ്റെ ഒരു ചൈതന്യം മനുഷ്യനിലുണ്ട്. അത് ദൈവിക അനുഗ്രഹത്തിൽ മാത്രമേ, ബുദ്ധിയിൽ മാത്രമല്ല, ദൈവിക അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു തത്വം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഈ ലിബറലിസത്തിൻ്റെ എതിരായിട്ട് ശക്തമായിട്ട് വന്നു. എന്നാൽ അതിനുശേഷമാണെങ്കിൽ പോലും മോഡേൺ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങൾ ഒക്കെ വളർന്നു വരുമ്പോൾ ഈ ഒരു ലിബറലിസ്റ്റിക് ഐഡിയോളജി അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അറിയാതാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇന്ന് ഒരു ലിബറലിസത്തിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ തത്വചിന്തകളിലും നമ്മുടെ വിശ്വാസത്തിലും അറിയാതെ കടന്നു വന്നിട്ടുണ്ട്. എന്തിന് ഇത് എന്നുള്ള ഒരു ചോദ്യം, യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണോ പൂർണ്ണ മനുഷ്യനാണോ എന്നുള്ള ഒക്കെ ഒരു ചോദ്യം, എങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിന് ജഡീകമായിട്ട് യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യം, അങ്ങനെ അനേകം ഇതിൻ്റെ ആവശ്യമുണ്ടോ, സഭയുടെ ആവശ്യമുണ്ടോ, വേദശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ലിബറലിസത്തിൻ്റെ ഒരു പാതയിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ തത്വചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ തിരുമേനി ഈ ലെസൺ അവസാനിപ്പിക്കുമ്പോൾ, യൂണിറ്റ് അവസാനിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന കാര്യം ഒന്ന് മാത്രമാണ്, ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ് ഈസ് ദ മോസ്റ്റ് പൊളൈറ്റ്, ദ മോസ്റ്റ് ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് ഒത്തൻറ്റിക് വേ ഓഫ് ലൈഫ്. അവിടെ മനുഷ്യൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ജീവിതം മാത്രമല്ല, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, സഭാപിതാക്കന്മാരുടെ പഠിപ്പീരുകൾ, കൗദാശികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം, ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇഹലോക ജീവിതം വെടിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ എല്ലാ ആവശ്യം ഉണ്ട് മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാണ് തിരുമേനി ഈ യൂണിറ്റ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ യൂണിറ്റിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. ഒന്ന്, റോമൻ കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ചും റോമൻ കാത്തലിക് ചർച്ചും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസത്തെ തിരുമേനി പരാമർശിക്കുന്നു. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഹൈറാർക്കിയെക്കുറിച്ച് തിരുമേനി ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മേരിയോളജി, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഒക്കെ എന്തുവാണെന്ന് തിരുമേനി പരാമർശിക്കുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച്, സഭയിൽ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് വളർന്നു വന്നത്, എങ്ങനെയാണ് പ്രെസ്ബിറ്റേറിയൻ ചർച്ച് വളർന്നു വന്നത്, എങ്ങനെയാണ് ലൂതറൻ ചർച്ച്, കാൽവിനിസം വളർന്നു വന്നത്, എങ്ങനെയാണ് അനാബാപ്റ്റിസം ആൻഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വളർന്നു വന്നത്, എങ്ങനെയാണ് മെത്തഡിസ്റ്റ് ചർച്ച് വളർന്നു വന്നത്, ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് ഈ ഗ്രേറ്റ് എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ലിബറലിസം മനുഷ്യൻ്റെ തത്വചിന്തയിൽ എല്ലാം ഒതുക്കാനുള്ള, ദൈവത്തെയും മനുഷ്യൻ്റെ ബുദ്ധിക്കുള്ളിൽ ഒതുക്കുന്ന ഒരു രീതിയിലേക്ക് വളർന്നു വന്ന കാര്യങ്ങളെയാണ് തിരുമേനിയുടെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. യൂണിറ്റ് 4ൻ്റെ വീഡിയോ തുടർന്ന് അയക്കുന്നതാണ്.